സയൻസ് ക്വിസിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കും PSC എക്സാം അറ്റൻഡ് ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത്? ആൻസർ ഹൈഡ്രജൻ. ആദ്യമായി പ്രകാശത്തിൻ്റെ വേഗം കണക്കാക്കിയ ശാസ്ത്രജ്ഞൻ? ആൻസർ റോമർ. ഹൃദയത്തെക്കുറിച്ചുള്ള പഠനം എന്താണ്? ആൻസർ കാർഡിയോളജി. ലോകത്തിൻ്റെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത്? ആൻസർ ആമസോൺ മഴക്കാടുകൾ. മണ്ണിനെക്കുറിച്ചുള്ള പഠനശാഖ എന്താണ്? ആൻസർ പെഡോളജി. കേരളത്തിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന ചുരം ഏത്? ആൻസർ പാലക്കാട് ചുരം. ഇന്ത്യയുടെ ദേശീയ ചിഹ്നത്തിൻ്റെ മുദ്രാവാക്യം എന്താണ്? ആൻസർ സത്യമേവ ജയതേ. കേരളത്തിൽ കടൽത്തീരമില്ലാത്ത ജില്ലകളുടെ എണ്ണം? ആൻസർ 5. കേരളത്തിൽ കടൽത്തീരമുള്ള ജില്ലകളുടെ എണ്ണം? ആൻസർ 9. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ആൻസർ ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യയുടെ രത്നം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? ആൻസർ മണിപ്പൂർ. താപം അളക്കുന്ന യൂണിറ്റ് ഏത്? ആൻസർ ജൂൾ. ഹരിതസ്വർണം എന്നറിയപ്പെടുന്ന വിള ഏത്? ആൻസർ മുള. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏതാണ്? ആൻസർ ഗംഗാ ഡോൾഫിൻ. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ 5000 റൺസ് തികച്ച ആദ്യ ക്രിക്കറ്റ് താരം ആര്? ആൻസർ സുരേഷ് റെയ്ന. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകൾ ഉള്ള ജില്ല ഏത്? ആൻസർ തിരുവനന്തപുരം. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് ഏത്? ആൻസർ SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. മനുഷ്യ കമ്പ്യൂട്ടർ എന്ന് അറിയപ്പെടുന്നത് ആര്? ഒരു സ്ത്രീയാണ് ഇട്ടത്. ആൻസർ ശകുന്തള ദേവി. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര് എന്താണ്? ആൻസർ പാത്തോളജി. കേരളത്തിൻ്റെ സംസ്ഥാന വൃക്ഷം ഏത്? ആൻസർ തെങ്ങ്. കറുത്ത വജ്രം എന്നറിയപ്പെടുന്നത് എന്താണ്? ആൻസർ കൽക്കരി. ബ്രിട്ടൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആര്? ആൻസർ രാജാറാം മോഹൻ റോയ്. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം എന്താണ്? ആൻസർ ഓപ്റ്റിക്സ്.
കേരളത്തിലെ ആദ്യത്തെ പത്രം ഏത്? ആൻസർ രാജ്യസമാചാരം. ഇന്ത്യ ഗേറ്റ് നിർമ്മിച്ചത് ആരുടെ സ്മരണയ്ക്കായിട്ടാണ്? ആൻസർ ഒന്നാം ലോക മഹായുദ്ധത്തിൽ മരിച്ച പട്ടാളക്കാരുടെ ഓർമ്മയ്ക്കായി. ഗണിതശാസ്ത്രത്തിൻ്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ആൻസർ കാൾ ഫെഡറിക് ഗൗസ്. ഇന്ത്യൻ ഗണിതശാസ്ത്രത്തിൻ്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ചോദ്യം ശ്രദ്ധിക്കുക. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞത് ഗണിതശാസ്ത്രത്തിൻ്റെ രാജകുമാരനാണ്. ഇത് ഇന്ത്യൻ ഗണിതശാസ്ത്രത്തിൻ്റെ രാജകുമാരൻ. അപ്പോൾ ചോദ്യം വരുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ഇന്ത്യൻ എന്ന് വന്നിട്ടുണ്ടോ അതോ വെറും ഗണിതശാസ്ത്രം എന്നാണോ എന്ന്. ഇതിൻ്റെ ആൻസർ ശ്രീനിവാസ രാമാനുജൻ. മുട്ടകളിൽ അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്ന പാമ്പ് ഏത്? പെരുമ്പാമ്പ്. ജന്തുകോശം കണ്ടുപിടിച്ചത് ആര്? ആൻസർ തിയോഡർ ഷ്വാൻ. ചുവന്ന വിയർപ്പ് കണങ്ങൾ ഉണ്ടാക്കുന്ന ജീവി ഏത്? ആൻസർ ഹിപ്പോപ്പൊട്ടാമസ്. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ഏത്? ആൻസർ ഹീമോഗ്ലോബിൻ. വൈദ്യുത വിശ്ലേഷണം കണ്ടുപിടിച്ചത് ആര്? ആൻസർ മൈക്കിൾ ഫാരഡെ. മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ലോഹം ഏതാണ്? ആൻസർ ലിഥിയം. രാജകീയ രോഗം എന്നറിയപ്പെടുന്നത് ഏത് രോഗമാണ്? ആൻസർ ഹീമോഫീലിയ. വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് എന്താണ്? ആൻസർ കശുവണ്ടി. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ജീവി ഏത്? ആൻസർ ആമ. മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന മൃഗം ഏതാണ്? ആൻസർ ഒട്ടകം. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങിയ ലോഹം ഏത്? ആൻസർ ചെമ്പ്. രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ റോബർട്ട് ബോയിൽ. ഇടിമിന്നൽ സമയത്ത് അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന നൈട്രജൻ സംയുക്തം? ആൻസർ നൈട്രിക് ഓക്സൈഡ്. പ്രകൃതിയുടെ തോട്ടി എന്നറിയപ്പെടുന്ന പക്ഷി? ആൻസർ കാക്ക. ലോകത്തിലെ ഏറ്റവും വലിയ ജീവി ഏത്? ആൻസർ നീലത്തിമിംഗലം. മിന്നാമിനുങ്ങിൻ്റെ പ്രകാശത്തിന് കാരണമായ വസ്തു? ആൻസർ ലൂസിഫറിൻ. കർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്ന ജീവി ഏത്? ആൻസർ മണ്ണിര. പാലിൽ അടങ്ങിയിരിക്കുന്ന ആസിഡിൻ്റെ പേര് എന്താണ്? ആൻസർ ലാക്റ്റിക് ആസിഡ്. അലൂമിനിയത്തിൻ്റെ അയിര്? ആൻസർ ബോക്സൈറ്റ്. ഒരു ഇല മാത്രമുള്ള സസ്യം ഏത്?
ആൻസർ ചേന. ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ഏതാണ്? ആൻസർ ലിഥിയം. ഏറ്റവും ഭാരമുള്ള മൂലകം ഏതാണ്? ആൻസർ ഓസ്മിയം. ഭൂവൽക്കത്തിൽ ഏറ്റവും സുലഭമായി കാണപ്പെടുന്ന ലോഹം ഏതാണ്? ആൻസർ അലൂമിനിയം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏത്? ആൻസർ കാൽസ്യം.